ഞങ്ങൾ ജയിച്ചതേ ജനങ്ങൾക്ക് ഞങ്ങളെ വേണമെന്നുള്ളതുകൊണ്ടാ. ഓ പിന്നെ വലിയ ആനക്കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്തു കൂട്ടിയത്. നിക്കാരഗ്വയിലെ ഒട്ടേകയെ പുറത്താക്കി. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനിയുള്ള കാലം സമാധാനമായി ജീവിക്കും. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, കഴിഞ്ഞതെല്ലാം മറക്കണം. മറക്കാം. നഷ്ടപ്പെട്ടതെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു തരണം. കഴിയോ? അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി മുഴുവൻ ഞാൻ തന്നോട് പറഞ്ഞാലേ. ഒരു കാലത്ത് ഈ സിറ്റിയിലെ മുഴുവൻ ഫോഴ്സ് അവർക്കൊന്നും അല്ലായിരുന്നു. നിന്നെ മൂടാനുള്ള കൂടിയാണ് ഇപ്പോഴേ കുത്തി തുടങ്ങിയോ? നിന്നെ തല്ലിയതിന്റെ ചേട്ടായി ചോദിക്കാൻ വരുമെന്ന് എനിക്ക് അറിയണം. ചേട്ടായി, ഇത് കൈക്കൂലിയായി സ്വീകരിച്ച് എന്നെ രക്ഷിക്കണം. ആ ജീപ്പിൽ വരുന്നവനെ കണ്ടോ? എനിക്ക് സ്ഥിരം പണി തരുന്നവനാ. അവൻ തിരിച്ചു പോകുമ്പോ ആംബുലൻസ് കടന്നു പോണം. ഓക്കേ? എന്താടാ, എന്ത് പറ്റി? എന്നെ പിടിക്കാൻ ഒരാള് വരുന്നു. നീ ഒന്നും പേടിക്കണ്ട, നിന്നെ ആരും കൊണ്ടുപോകില്ല. ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. കളിക്കാം, പക്ഷെ സൂക്ഷിക്കണം. നീ ഒരു ഗോൾ അടിച്ചാൽ മറുഗോൾ 2 എണ്ണം നിന്റെ പോസ്റ്റിൽ വീഴും. ഇവന്മാരെ വേണം ആദ്യം ശരിയാക്കാൻ. ഓരോ മീറ്റിങ്ങും ഓരോ അന്ത്യത്താഴമാണ്. ഇത്തിരി നേരെയാക്കാൻ നിൽക്കാതെ ആ വളവ് അങ്ങനെ തന്നെ നിർത്തുന്നതാ ആരോഗ്യത്തിന് നല്ലത്. ഇടിക്കിട്ടും. പിന്നെ നീന്തണ നേരത്തെ ചാടിയിട്ട് വെള്ളത്തിന് കൈ കൊടുക്കും. എനിക്കിടിക്കണം. നമുക്കറിയാമുള്ളത് സ്ഥലമാണ്. നല്ല ഇടി കിട്ടും. ഇന്നലെ പെയ്ത മഴയ്ക്ക് പൊട്ടിയ കീടങ്ങള് അവിടെ വന്ന് കുട്ടിയും കോലും കളിക്കാമെന്ന് വിചാരിച്ചാല് അത് ഞങ്ങളുടെ നെഞ്ചത്തൊട്ട് കയറിയിട്ടാകാമെന്ന് ആരെങ്കിലും കരുതിയാല് ഞങ്ങളത് തടയും. ചിലപ്പോ തല്ലും, വേണ്ടി വന്നാല് കൊല്ലും. ഷൈൻ ചെയ്യണ്ടെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ ഈ ഭൂലോകം ഒറ്റയടിക്ക് നന്നാക്കി കളയാമെന്നുള്ള വ്യാമോഹമൊന്നും വേണ്ടതെനിക്ക്. പക്ഷെ നമ്മൾ വിചാരിക്കണ പോലെ ചില്ലറക്കാരിലോട്ടവന്മാര് ഷാജേട്ടാ എന്നോടൊപ്പം ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു യുദ്ധത്തിന് തയ്യാറായിട്ട് തന്നെയാ. Just wait and see. എന്നാ പിന്നെ ഇറങ്ങു ഷാജേട്ടാ. സാധനം കടറ. ഇന്നത്തോടെ അവന്മാരുടെ അവസാനം.